നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവജീവൻ സ്കൂളിൽ മലയാളത്തെ തകർക്കാനുള്ള നീക്കം ഫലിച്ചില്ല. മലയാള ഭാഷാ പഠനം തുടരുമെന്ന് ജില്ലാ കലക്ടർ. മേർക്കളയിലെ ആടുജീവിതങ്ങൾ പുതിയ മേൽക്കൂരയിലേക്ക്. KMCC ബൈത്തൂർ റഹ്മാൻ നിർമ്മിച്ചു നൽകും. സഹായവുമായി എത്തിയത് GCC രാജ്യങ്ങളിലെ KMCC വാട്സ്ആപ്പ് കൂട്ടായ്മ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം ലഭിക്കേണ്ടവരുടെ ജീവിതം തുലാസിൽ. ഉദ്യോഗാർത്ഥികൾ സമരരംഗത്ത്. ഇരുവൃക്കകളും തകർന്ന് കുഞ്ഞുമോൻ. എന്ത് ചെയ്യണമെന്നറിയാതെ നിർധനരായ മാതാപിതാക്കൾ. ഓടകൾ അടഞ്ഞുള്ള ദുരിതത്തിന് പരിഹാരം കാണാതെ ഒരു നാട്. ഇട്ടമല്ലുകാർ നിലനിൽപ്പ് ഭീഷണിയിൽ. വാർത്തകൾ വിശദമായി. പെർഡാല നവജീവൻ സ്കൂളിൽ മലയാളത്തെ പടിക്ക് പുറത്ത് നിർത്താനുള്ള അധികൃതരുടെ നീക്കം ഫലിച്ചില്ല. മലയാള പഠനം തുടരുമെന്ന് ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീർ അറിയിച്ചു. കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. പെർഡാല നവജീവൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ മലയാള ഭാഷ പഠിക്കുന്നതിന് സാഹചര്യമൊരുക്കാൻ NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷതയിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് പ്രശ്നത്തിന് പരിഹാരമായത്. 2011 സെപ്റ്റംബർ 1 പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ മലയാള ഭാഷാ പഠനം നിർബന്ധമാക്കിയിട്ടുണ്ട്. കന്നഡ, തമിഴ്, ഗുജറാത്തി എന്നിവ മാതൃഭാഷയുള്ള കുട്ടികൾക്ക് അവരുടെ മാതൃഭാഷ 1ാം ഭാഷയായി തന്നെ പഠിക്കുവാൻ നിലവിലുള്ള സംവിധാനം തുടരും. എന്നാൽ അവർക്ക് നിലവിലുള്ള ഭാഷയ്ക്ക് പുറമെ മലയാളം കൂടി പഠിക്കാൻ സാഹചര്യമൊരുക്കുന്നതാണെന്ന് ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഉത്തരവ് നവജീവൻ സ്കൂളിലും നടപ്പാക്കണം. ഈ വർഷം വിടുതൽ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പെർഡാല നവജീവൻ സ്കൂളിൽ തന്നെ പ്രവേശനം നൽകാൻ തീരുമാനിച്ചു. തീരുമാനം സ്വാഗതാർഹമാണെന്ന് NA നെല്ലിക്കുന്ന് MLA സമരസമിതി രക്ഷാധികാരി മാഹിൻ കേളോട്ടും പറഞ്ഞു. അവരൊരു തെറ്റിദ്ധാരണ മൂലമാണ് അത് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ DDCയിൽ ഞാൻ ആ പ്രശ്നം ഉന്നയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 3 മണിക്ക് കളക്ടർ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. അപ്പോൾ അന്ന് DO നൽകിയ ഒരു കത്തിനുള്ള മറുപടി അതിനാധാരമാക്കിയാണ് അവർ ചെയ്തത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായ ഓർഡർ ഉണ്ട്, കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും മലയാളം പഠിപ്പിച്ചിരിക്കണം. അപ്പോൾ DDയുടെ കത്ത് ഇഗ്നോർ ചെയ്യണം. ഈ ഉത്തരവ് അനുസരിച്ച് ആ ഉത്തരവ് പാലിക്കണം. അതിന് മാനേജ്മെൻറ്റ് തയ്യാറായി. പ്രശ്നം തീർന്നു. പെർഡാല നവജീവൻ സ്കൂളിൽ മലയാളം പഠിപ്പിക്കും. ഇത് വലിയൊരു കേരളത്തിലെ മലയാളികൾക്കുള്ള ഏറ്റവും വലിയ വിജയമാണ്. മലയാളം സംസാരിക്കുന്നവരുടെ വിജയമാണ്. ഞങ്ങൾ ഉന്നയിച്ചത് സർക്കാരിൻ്റെ 183-ാം നമ്പർ ഉത്തരവ് നടപ്പിലാക്കണമെന്നാണ്. ആ ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായി. നാളെ മുതൽ പഴയതുപോലെ നമ്മുടെ നവജീവൻ ഹൈസ്കൂളിൽ മലയാളം കുട്ടികൾക്കും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ 28 കുട്ടികളെ എടുക്കാം. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ തീരുമാനങ്ങൾ വിശദീകരിച്ചു. DDC രാഘവൻ, സ്കൂൾ മാനേജർ IV ഭട്ട്, ഡോക്ടർ സൂര്യ N ശാസ്ത്രി, പ്രിൻസിപ്പൽ S ശങ്കരനാരായണ ഭട്ട്, DEO ഇൻചാർജ് P രവീന്ദ്രനാഥൻ എന്നിവർ സംസാരിച്ചു. മലയാള നാട്ടിൽ മലയാളത്തിനോടുള്ള പുച്ഛത്തിനെതിരെ നാട്ടുകാർ സംഘടിക്കുകയും കഴിഞ്ഞ ദിവസം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ധർണാ സമരവും സംഘടിപ്പിച്ചിരുന്നു. സമരം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കത്തിനിടയിലാണ് കളക്ടർ യോഗം വിളിച്ച് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയത്. ആടുജീവിതങ്ങൾക്ക് ഇനി ആഹ്ലാദ ജീവിതം. മേർക്കളയിൽ ആട്ടിൻകൂട്ടിൽ കഴിയുന്ന കുടുംബത്തിന് വീടൊരുങ്ങുന്നു. GCC രാജ്യങ്ങളിലെ KMCC വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് സഹായഹസ്തവുമായി എത്തിയത്. ആട്ടിൻകൂട്ടിന് സമാനമായ കൂരയിൽ കഴിയുകയായിരുന്ന മേർക്കളയിലെ ആ ദുരിത ജീവിതത്തെക്കുറിച്ച് 10 ദിവസം മുമ്പാണ് KCN വാർത്ത പുറത്തുവിട്ടത്. മനോരോഗിയായ ഉമ്മയും പ്രായാധിക്യത്തിലും പണിക്ക് പോവേണ്ടി വരുന്ന ഉപ്പയും ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച 2 പെൺമക്കളും ആട്ടിൻകൂട്ടിന് സമാനമായ കൂരയിൽ ആടുകളുടെ മാലിന്യങ്ങൾക്കൊപ്പം കഴിയുകയായിരുന്ന കാഴ്ച ആരെയും സങ്കടപ്പെടുത്തുന്ന ഒന്നായിരുന്നു. വാർത്ത വന്ന നിമിഷം മുതൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി സാന്ത്വനവും സഹായവും ഒഴുകി. ആ പാവങ്ങൾക്ക് വേണ്ടി കൈകോർക്കാൻ പലരും മുന്നിട്ടിറങ്ങി. അവർ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന അഭിപ്രായം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. അപ്പോഴേക്കും വിവിധ GCC രാജ്യങ്ങളിലുള്ള KMCC മഞ്ചേശ്വരം മണ്ഡലം ഭാരവാഹികളുടെ വാട്സപ്പ് കൂട്ടായ്മ അവർക്ക് വേണ്ടി വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരുന്നു. സുബൈർ കുബനൂർ അഡ്മിനായ വാട്സപ്പ് ഗ്രൂപ്പിൽ ദുബായ്, ജിദ്ദ, കുവൈറ്റ്, ഖത്തർ, റിയാദ്, ഷാർജ, അബുദാബി,
KMCCകളുടെ മഞ്ചേശ്വരം മണ്ഡലം ഭാരവാഹികളും മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മേൽഘടകങ്ങളുടെ ഭാരവാഹികളും ഉൾപ്പെടുന്നു. വിവിധ KMCCകളെ പ്രതിനിധീകരിച്ച് ദുബായിൽ നിന്ന് അയ്യൂബ് ഉറുമിയും, ജിദ്ദയിൽ നിന്ന് ഇബ്രാഹിം എടുക്കയും, കുവൈറ്റിൽ നിന്ന് റസാഖ് അയ്യൂരും, ഖത്തറിൽ നിന്ന് മഹ്മൂദ് മുട്ടവും, റിയാദിൽ നിന്ന് KP മുഹമ്മദ് കൽപ്പാറയും, ഷാർജയിൽ നിന്ന് ഇർഷാദ് കമ്പാറും, അബുദാബിയിൽ നിന്ന് സെഡ്ഡെ മുഗ്രാലും വീട് പ്രഖ്യാപന ചടങ്ങിൽ ഓൺലൈനിലൂടെ പങ്കെടുത്തു. തലചായ്ക്കാൻ ഇടമില്ലാത്ത പാവങ്ങൾക്ക് സാന്ത്വനത്തിന്റെ മേൽക്കൂര തീർക്കുന്ന ബൈത്തുറഹ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. അതിവേഗം വീട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഗ്രൂപ്പ് അഡ്മിൻ സുബൈർ കുബനൂർ KCN ന്യൂസിനെ അറിയിച്ചു. നല്ല മനുഷ്യർ മരിച്ചിട്ടില്ലെന്നും നന്മ പറ്റാത്ത ഹൃദയങ്ങൾ ഇപ്പോഴും ഈ ഭൂമിയിൽ ബാക്കിയുണ്ടെന്നും ഈ പ്രവാസി കൂട്ടായ്മ നമുക്ക് പറഞ്ഞു തരുന്നു. AB കുട്ടിയാനം, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം ലഭിക്കേണ്ടവരുടെ ജീവിതം തുലാസിൽ. ഉദ്യോഗാർത്ഥികൾ സമരരംഗത്ത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക നിയമനം ലഭിക്കേണ്ട 9 പേരുടെ ഭാവി ജീവിതമാണ് തുലാസിലായിട്ടുള്ളത്. 1999 ഓഗസ്റ്റ് 14 മുതൽ 2003 ഡിസംബർ 31 വരെ താൽക്കാലികമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി ചെയ്തവരെ സർക്കാർ ഉത്തരവുണ്ടായിട്ടും നിയമനം നൽകുന്നില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു. കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്കിൽ നിയമനം നൽകുന്നതിനെതിരെ ജില്ലാ ബാങ്ക് ഭരണസമിതി കോടതിയിൽ കേസ് ഫയൽ ചെയ്തതാണ് നിയമനത്തിന് തടസ്സമെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. സഹകരണ ബാങ്കുമായി ഞങ്ങൾ ബോർഡ് പ്രസിഡന്റും അതുപോലെ GM-നെയും കണ്ടപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കിവിടെ ഒഴിവില്ല. ആ സമയത്ത് ഇഷ്ടം പോലെ ഒഴിവ് ജില്ലാ ബാങ്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിയമനം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചയച്ചു. എല്ലാവരും നിയമനമായിരുന്നു. 2679 പേര് മാത്രമല്ല, എല്ലാവരും അതെ. അവസാനം ഉണ്ടായത് കാസർഗോഡ് വാട്ടർ അതോറിറ്റി ബോർഡിലാണ്, അതിൽ ഇലക്ട്രിസിറ്റി ബോർഡിലാണ്. അയാൾക്ക് ഇപ്പോൾ നിയമനം കിട്ടി. ഈ കാലയളവിൽ 32 പേരാണ് ജോലി ചെയ്തിരുന്നത്. ഇതിൽ 23 പേർക്ക് മറ്റു സ്ഥാപനങ്ങളിൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിയമനം ലഭിച്ചിട്ടുണ്ട്. നിയമസഭയിൽ വിഷയം ഉന്നയിച്ചപ്പോൾ നിയമനത്തിന് തടസ്സം കേസ് നിലനിൽക്കുന്നതുകൊണ്ടാണെന്ന് മറുപടി. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും ഉണ്ടാകാൻ കഴിഞ്ഞില്ല. നിയമനം ലഭിക്കുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. കുന്നിൻ ചെരുവിലെ കൊച്ചു കൂരയിൽ കുഞ്ഞുമോനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരച്ഛനും അമ്മയും. ബേർക്കയിലെ വിശ്വംഭരനും ഭാര്യ പത്മാവതിയുമാണ് മകൻ ആദിത്യകൃഷ്ണന്റെ രോഗത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നത്. കുഞ്ഞുങ്ങൾ ഒരു സൗഭാഗ്യമാണ്. കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയും അവരുടെ കൊച്ചു വർത്തമാനങ്ങളുമാണ് ലോകത്തെ ഏറ്റവും അഴകുള്ള കാഴ്ചകൾ. കുഞ്ഞുങ്ങൾ ഉറങ്ങിയാൽ വീടുറങ്ങും, അവർ ഉണർന്നാൽ വീടുണരും. കുഞ്ഞുമക്കൾക്കൊരു പനി വന്നാൽ വീടും സങ്കടത്താൽ പനിച്ചു വിറക്കും. എന്നാൽ ജീവന്റെ ജീവനായ പൊന്നുമോന് മാരകമായ ഒരസുഖമാണെന്നറിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും മാനസികാവസ്ഥ എന്തായിരിക്കുമെന്നത് അനുഭവിച്ചു തന്നെ അറിയേണ്ട ഒന്നാണ്. ഞങ്ങൾ ഇപ്പോഴുള്ളത് ചെറുക്കള ബേർക്കയിലെ വിശ്വംഭരൻ്റെ ഒറ്റമുറിക്കൂരയിലാണ്. ഇവിടെ നിന്ന് കിഴക്കോട്ട് നോക്കിയാൽ ചന്ദ്രഗിരി പുഴ മനോഹരമായി ഒഴുകുന്നത് കാണാം. തെക്കൽ പാലം കടന്ന് വാഹനങ്ങൾ ഉറുമ്പുകളെപ്പോലെ ചാലിട്ട് കുന്നു കയറിപ്പോകുന്ന ചിത്രം മതിപ്പിക്കുന്ന കാഴ്ചയാണ്. എന്നാൽ വീട്ടുവരാന്തയിലിരുന്ന് പ്രകൃതിയുടെ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ വിശ്വംഭരനും ഭാര്യ പത്മയ്ക്കും കഴിയില്ല. അവരുടെ ഉള്ളിലൂടെ സങ്കടത്തിൻ്റെ ഒരു പുഴയാണ് സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പൊന്നുമോൻ ആദിത്യകൃഷ്ണൻ 2 വൃക്കകളും തകർന്ന് വേദന കൊണ്ട് നീറുന്നു. 10 വയസ്സ് പ്രായമുള്ള ആദിത്യൻ ജന്മനാരോഗിയാണ്. കുഞ്ഞുമോൻ്റെ രോഗം ഭേദമാവാൻ വേണ്ടി നൽകാത്ത ചികിത്സകളോ പോവാത്ത ഇടങ്ങളോ ഇല്ല. ലക്ഷക്കണക്കിന് രൂപ ചിലവായെങ്കിലും രോഗം മാത്രം ഭേദമായില്ല. വേദനകളെ അവഗണിച്ച് അവൻ കുഞ്ഞനുജൻ ആദർശനോടൊപ്പം മുറ്റത്തൂടെ കളിച്ചു നടക്കുമ്പോൾ വിശ്വംഭരനും പത്മാവതിയും ആ കുസൃതി കാഴ്ച കണ്ട് ചിരിക്കുന്നതിന് പകരം ഒന്നും പറയാനാവാതെ വിതുമ്പും. മോൻ്റെ ഈ കളിച്ചിരി ചിത്രങ്ങൾ ഇനി എത്ര കാലം കാണുമെന്ന ചിന്ത അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഇപ്പോൾ മംഗലാപുരത്ത് വെൻലോക്ക് ആശുപത്രിയിലാണ് ചികിത്സ. മാസം 5000 രൂപ വേണം. ലക്ഷങ്ങളുടെ കടം ഇനിയും ബാക്കിയുണ്ട്. അച്ഛനും അമ്മയും കൂലിപ്പണിക്ക് പോയാണ് മകൻ്റെ ചികിത്സക്കുള്ള പണം കണ്ടെത്തുന്നത്. ഒരിക്കലും ചികിത്സ മുടങ്ങിപ്പോകരുതെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശമുണ്ട്. മകനെ തനിച്ചാക്കി 2 പേർക്കും ഒന്നിച്ച് ജോലിക്ക് പോവാൻ കഴിയില്ല. അതുകൊണ്ട് അവർ മാറി മാറി പണിക്ക് പോകും. ടോയ്ലറ്റ് സംവിധാനമില്ലാത്തൊരു വീട് ഇന്ന് അപൂർവങ്ങളിൽ അപൂർവമാണ്. എന്നാൽ വിശ്വംഭരൻ്റെ വീട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നുമില്ല. രോഗവും ദുരിതവും നിറഞ്ഞ ഒറ്റമുറിയിൽ അവർ രാപ്പകൽ തള്ളി നീക്കും. മാസത്തിൽ അധിക ദിവസവും ആശുപത്രിയിലുമാണ്. കല്ലുകൾ പെറുക്കി വെച്ച് എങ്ങനെയൊക്കെയോ ഒരു മുറിയുണ്ടാക്കി. വീണ്ടും അതിലേക്ക് ഒരു മുറി കൂട്ടിയെടുക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല.
ഒരിക്കലും ചികിത്സ മുടങ്ങരുതെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ ഇനി എങ്ങനെ ഞാൻ എൻ്റെ മോനെ ചികിത്സിപ്പിക്കുമെന്ന് പറഞ്ഞ് വിശ്വംഭരൻ വിതുമ്പുന്നു. കുഞ്ഞിക്ക് സുഖമില്ലാതെ ഞാൻ മംഗലാപുരത്ത് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു മുമ്പ്. ഇപ്പോൾ മാസത്തിലും അല്ലെങ്കിൽ 15 ദിവസത്തേക്ക് ഇങ്ങനെ പോകണം കാട്ടിക്കാൻ വേണ്ടിയിട്ട്. ഗർഭത്തിൽ മൂത്രം പോകാത്തത് കൊണ്ട് കുഞ്ഞിലെ കിഡ്നിക്ക് ബാധിച്ചതാണ്. അന്ന് മുതൽ തുടങ്ങിയതാണിത്. ഒരു വീടുമില്ല, എന്തുമില്ല. ഒരു 5000 രൂപ ഇപ്പോൾ ആസ്പത്രിയിൽ പോകാൻ വേണ്ടിയിട്ട് വേണം മാസം തോറും. നമ്മൾ കൂലിപ്പണിയെടുത്ത് ജീവിതം നേരെ പോകുന്നില്ല. കുഞ്ഞുനാൾ തൊട്ട് രോഗം അവൻ്റെ കൂടെയുണ്ട്. മരുന്നിൻ്റെ മണമാണ് അവൻ്റെ ജീവിതത്തിനത്രയും. അപ്പോഴും ആദിത്യൻ്റെ മുഖത്ത് കുസൃതിയുടെ പുഞ്ചിരി വിടരുന്നു. മരുന്നുകൾ മുടങ്ങാതെ തുടർന്നാൽ ആ പുഞ്ചിരി മായാതെ നിൽക്കും. നല്ല മനുഷ്യർ മരിച്ചു പോയിട്ടില്ലാത്ത ലോകത്ത് തങ്ങളുടെ കൈപിടിക്കാൻ ആരെങ്കിലും വരുമെന്നാണ് വിശ്വംഭരനും ഭാര്യയും പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ക്യാമറമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം എബി കുട്ടിയാനം, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓടകൾ ദുരിതം പേറുന്നു. ഇട്ടമല്ലുകാരാണ് ഓടകളുടെ ദുരിതത്തിൽ വീർപ്പുമുട്ടുന്നത്. അജാനൂർ പഞ്ചായത്തിലെ ഇട്ടമ്മൽ കാലിച്ചമരം പ്രദേശത്തെ ഓടകളുടെ സ്ഥിതി കാണുക. ഒരു വശത്ത് റോഡുള്ളതിനാൽ വെള്ളം ഒഴുകുന്നതിനോ ഒഴുക്ക് ഗതിമാറ്റാനോ ആവാത്ത അവസ്ഥ. ഓടകൾ മൂടിയിരിക്കുന്നതിനാൽ വെള്ളം അമിതമായി പൊങ്ങുന്നത് മഴക്കാലത്തെ സ്ഥിരം കാഴ്ചയാണ്. വർഷങ്ങളായി മഴക്കാലത്ത് വീട് വിട്ടിറങ്ങേണ്ട ഗതികേടിലാണ് ഇവിടത്തുകാർ. അതിനാൽ മഴക്കാലം എത്തും മുമ്പേ തങ്ങളുടെ പരക്കം പാച്ചിലിന് പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. അധികാരികളെ ഒന്ന് വന്നിട്ട് ഇതിനൊക്കെ ഒന്ന് കണ്ടിട്ട് ഇതിനെ വേണമെന്ന് തീരുമാനം എടുത്തിട്ട് എത്രയും പെട്ടെന്ന്, മഴ കൂടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മഴ കൂടുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ചെയ്ത് ക്ലിയർ ആക്കാതെ ഈ വെള്ളം ഒരു കാരണവശാലും ഇവിടുന്ന് ഒഴിവ് പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് അധികാരികൾ വന്ന് നിർബന്ധമായിട്ട് ഇതിനെ ഒന്ന് ക്ലിയർ ആക്കണം. പിന്നെ വെച്ചാൽ മഴ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ വെള്ളപ്പം കയറിയിട്ട് വീട് നല്ല താമസം ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയാണ് വരാൻ പോകുന്നത്. കാലാകാലങ്ങളായി തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്ക് മുന്നിൽ പരാതികൾ അറിയിക്കുന്നുവെങ്കിലും പരിഹാരം കാണാത്തതോടെ ഒടുവിൽ നാട്ടുകാർ ചേർന്ന് RDOയ്ക്ക് നിവേദനം നൽകി. കാലാകാലങ്ങളായുള്ള തങ്ങളുടെ ദുരിത ജീവിതത്തിന് പരിഹാരം കാണണമെന്ന് ഇവർ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഓടകൾ തുറന്നുകൊടുത്താൽ പ്രശ്നപരിഹാരം സാധ്യമാകുമെന്നിരിക്കെ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാത്തതിനാൽ കടുത്ത പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നായന്മാർ മൂല കടവത്ത് മദ്രസ ഉദ്ഘാടനം 4 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നായന്മാർമൂല പെരുമ്പളക്കടവ് റോഡിൽ കടവത്ത് എന്ന പ്രദേശത്ത് ഹാദി മസ്ജിദിന്റെ കീഴിൽ പുതുതായി നിർമ്മിച്ച മദ്രസയുടെ ഉദ്ഘാടനം വൈകുന്നേരം 7 മണിക്ക് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. MA കാസിം മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. അന്നേ ദിവസം മഗ്‌രിബ് നിസ്കാരാനന്തരം സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ ദുഃഖലടക്കം സ്വലാത്ത് മജ്ലിസിന് നേതൃത്വം നൽകും. നായന്മാർമൂല കടവത്ത് പുതുതായി നിർമ്മിച്ച മദ്രസ ഉദ്ഘാടനവും 3 ദിവസത്തെ മതപ്രഭാഷണ പരമ്പരയും ഈ വരുന്ന ജൂൺ 4-ാം തീയതി മറ്റന്നാൾ വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. അതേ പരിപാടിയിൽ MA കാസിം മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തുന്നു. വാർത്താ സമ്മേളനത്തിൽ PM സുബൈർ, താജു കടവത്ത്, KA അബ്ദുള്ള, AH ബഷീർ എന്നിവർ സംബന്ധിച്ചു. കാസർഗോഡ് നഗരസഭ റോട്ടറി ക്ലബ്ബ് നിർമ്മിക്കുന്ന പാലിയേറ്റീവ് കെയർ പുനരധിവാസ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം വർണ്ണാഭമായ ചടങ്ങിൽ നടന്നു. നിരവധി പേർ പങ്കെടുത്തു. ബീരന്ത്ബയിലാണ് കേന്ദ്രം നിർമ്മിക്കുന്നത്. ശിലാസ്ഥാപന കർമ്മം നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള നിർവഹിച്ചു. കാലക്രമേണ 1 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് പ്രവർത്തന സജ്ജമാകും. എങ്കിൽ ഈ പ്രദേശത്തെ പ്രത്യേകിച്ച് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും സാധാരണക്കാരന്റെ ഒരു ആശ്രയ കേന്ദ്രമായി അല്ലെങ്കിൽ ഒരു അഭയ കേന്ദ്രമായി ഈ സെന്റർ മാറുമെന്ന് ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. അതിപ്പോൾ ഇതിനിപ്പോൾ ഏൽപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ റോട്ടറിയാണ് ചെയ്യുന്നത്. മുനിസിപ്പാലിറ്റി ചെയ്യുന്നത് മുനിസിപ്പാലിറ്റിയുടെ 25 സെന്റ് സ്ഥലം അതിന്റെ ഉടമസ്ഥത നഗരസഭയിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ട് കെട്ടിടം പണിയുവാനും മറ്റെല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടി ഈ 25 സെന്റ് സ്ഥലം കൊടുക്കും. റോട്ടറി ക്ലബ് പ്രസിഡന്റ് NK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. E അബ്ദുറഹ്മാൻ കുഞ്ഞു മാസ്റ്റർ, അബ്ബാസ് ബീഗം, ഐഷത്ത് റുമൈസ് റഫീഖ്, സൈബുന്നിസ ഹനീഫ്, B ഫാത്തിമ ഇബ്രാഹിം, A നാരായണൻ, P രമേശ് എന്നിവർ സംബന്ധിച്ചു. വിജിലൻസ് കേരള പദ്ധതിയുടെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മുനിസിപ്പൽ വനിതാ ഹാളിലായിരുന്നു പരിപാടി.
ജില്ലയിലെ കോൺട്രാക്ടർമാർക്ക് വേണ്ടി നടത്തിയ ബോധവൽക്കരണ ക്ലാസ്സിൽ നിരവധി പേർ പങ്കെടുത്തു. പരിപാടി എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. നമ്മളെന്താണ് പലപ്പോഴും പറയാ, നമ്മളെ ജനിപ്പിച്ചത് ദൈവമാണ്. അപ്പോൾ സാധാരണ ഈ വായ തന്ന ദൈവം തന്നെ നമുക്കുള്ള ഭക്ഷണവും ദൈവം തന്നെ തരും എന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. അതുകൊണ്ട് നമുക്ക് ഈ കരാറ് ഇപ്പോൾ ഈ MLA പണി എനിക്ക് തന്നതും ദൈവമാണ്, ഈ കരാറ് പണി നിങ്ങൾക്ക് തന്നതും ദൈവമാണ്. അപ്പോൾ MLA പണി കൊണ്ട് എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് അതുപോലെ തന്നെ മറ്റുള്ള അലവൻസ് കൊണ്ട് ജീവിക്കുവാൻ എനിക്ക് സാധിക്കും. വിജിലൻസ് DYSP രഘുരാമൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സെഷനുകൾക്ക് CI ഡോക്ടർ ബാലകൃഷ്ണൻ, CI P ബാലകൃഷ്ണൻ നായർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. രാവണേശ്വരം കീറ്റ് വളപ്പ് പ്രതീക്ഷ പുരുഷ സഹായ സംഘത്തിന്റെ 3ാം വാർഷികം ആഘോഷിച്ചു. വിവിധ പരിപാടികൾ അരങ്ങേറി. രാവണേശ്വരം കീറ്റുവളപ്പ് പ്രതീക്ഷ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. അജാനൂർ പഞ്ചായത്ത് അംഗം P കാര്യമ്പു ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ CK നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P മിനി, VEO ഉമേഷ് കുമാർ, ബീന, തങ്കമണി തുടങ്ങിയവർ സംസാരിച്ചു. V കൃഷ്ണൻ അധ്യക്ഷനായി. PV ദാമോദരൻ സ്വാഗതം പറഞ്ഞു. വിഷൻ 2030 ശില്പശാലകൾക്ക് ജില്ലയിൽ തുടക്കമായി. ഉദുമ മണ്ഡലം തല ശില്പശാല പള്ളിക്കരയിൽ നടന്നു. ഓരോ നാടിന്റെയും വികസനം എന്നത് പ്രാദേശിക ഭരണ സംവിധാനങ്ങളിലൂടെയാണ് നടപ്പിലാക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊപ്പം നിയമസഭാ സാമാജികരും കൂടി പങ്കാളിയായാൽ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും സാധിക്കും. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തൊട്ടാകെ വിഷൻ 2030 വികസന ശില്പശാല നടത്തുന്നത്. പ്രാദേശിക വികസന രംഗത്ത് നിയമസഭാ സാമാജികരെ കൂടി സഹകരിപ്പിക്കുന്നതിനും കേന്ദ്ര സംസ്ഥാനാവിഷ്കൃത പദ്ധതികളുടെ സംയോജന സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനുമാണ് വികസന ശില്പശാലകൾ വേദിയൊരുക്കുന്നത്. ഇതുവഴി സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള വികസന രേഖകളും തയ്യാറാക്കി വരുന്നു. ഇതിന്റെ ഭാഗമായുള്ള ഉദുമ നിയോജക മണ്ഡലം ശില്പശാല പള്ളിക്കര ബീച്ച് പാർക്കിൽ നടന്നു. ബേക്കൽ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ പൈതൃകവും ടൂറിസം സാധ്യതകളും പ്രയോജനപ്പെടുത്തിയുള്ള ജനപക്ഷ വികസനത്തിനായുള്ള ശില്പശാല E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. K കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളദേവി വികസന രേഖ പ്രകാശനം ചെയ്തു. ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീർ വികസന രേഖ ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ A കൃഷ്ണൻ, CM പ്രദീപ്, അഡ്വക്കേറ്റ് മുംതാസ് ഷുക്കൂർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ P ഗോപാലൻ മാസ്റ്റർ, CK അരവിന്ദാക്ഷൻ, കസ്തൂരി ടീച്ചർ, ആയിഷ സഹദുള്ള, C കാർത്യായനി, V ഭവാനി, M ഗീത തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ സ്വാഗതവും അജയൻ പനയാൽ നന്ദിയും പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. മട്കകളിയിൽ ഏർപ്പെട്ട 2 പേർ അറസ്റ്റിൽ. കോയിപ്പാടി കടപ്പുറത്തെ അശോകൻ, കുമ്പളയിലെ നാരായണ ഷണായി എന്നിവരാണ് അറസ്റ്റിലായത്. വ്യാപാരിയെ കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ച് 1 ലക്ഷം രൂപയും 14 പവൻ സ്വർണവും കവർന്നു. ചെങ്കള പൊടിപ്പുളത്തെ അസീസാണ് അക്രമത്തിന് ഇരയായത്. ബുധനാഴ്ച വൈദ്യുതി മുടങ്ങും. ചളിയങ്കോട്, പള്ളിപ്പുറം ഭാഗങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് വൈദ്യുതി മുടക്കം. സമന്വയ കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തുകൾ അനിവാര്യമോ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. പ്രസ് ക്ലബ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരി ഉദ്ഘാടനം ചെയ്തു. ചെർക്കള ഇന്ദിരാനഗറിൽ നടന്നുവരുന്ന താജ് എക്സ്പോ 16 വരെ നീട്ടി. കോർഡിനേറ്റർ അർജുൻ തായലങ്ങാടിയാണ് ഇക്കാര്യം അറിയിച്ചത്. ആദ്യകാല CPM നേതാവ് P കുഞ്ഞിക്കണ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മടിയനിലായിരുന്നു പരിപാടി. അജാനൂരിലെ CPMന്റെ ആദ്യകാല നേതാവ് P കുഞ്ഞിക്കണ്ണന്റെ 5ാം അനുസ്മരണ ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. മടിയനിൽ നടന്ന അനുസ്മരണ യോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം M പൊക്ലൻ ഉദ്ഘാടനം ചെയ്തു. സൂചിപ്പിച്ചതുപോലെ അസംഘടിത വിഭാഗത്തിൽ പണിയെടുത്തിരുന്ന നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലും അതിന് പ്രധാനപ്പെട്ട ഭാരവാഹി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച് തുടരുന്നു എന്നത് നമുക്കൊക്കെ ഓർക്കാൻ വേണ്ടി കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ സ്കാവുണ്ടായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഒസ്ട്രോഗ് താലൂക്കിൽ ശക്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി കഴിഞ്ഞ് എന്ന് ഞാൻ ഓർക്കുകയാണ്. മനോജ് പട്ടാന്നൂർ മുഖ്യാതിഥിയായി. കാറ്റാടി കുമാരൻ, ചെറാക്കോട്ട് കുഞ്ഞക്കണ്ണൻ, മൂലക്കണ്ടം പ്രഭാകരൻ, AV സഞ്ജയൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ V ഗംഗാധരൻ അധ്യക്ഷനായി. P ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവജീവൻ സ്കൂളിൽ മലയാളത്തെ തകർക്കാനുള്ള നീക്കം ഫലിച്ചില്ല. മലയാള ഭാഷാ പഠനം തുടരുമെന്ന് ജില്ലാ കലക്ടർ. മേർക്കളയിലെ ആടുജീവിതങ്ങൾ പുതിയ മേൽക്കൂരയിലേക്ക്. KMCC ബൈത്തുർ റഹ്മാൻ നിർമ്മിച്ചു നൽകും. സഹായവുമായി എത്തിയത് GCC രാജ്യങ്ങളിലെ KMCC വാട്സ്ആപ്പ് കൂട്ടായ്മ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം ലഭിക്കേണ്ടവരുടെ ജീവിതം തുലാസിൽ. ഉദ്യോഗാർത്ഥികൾ സമരരംഗത്ത്. ഇരുവൃക്കകളും തകർന്ന് കുഞ്ഞുമോൻ. എന്തു ചെയ്യണമെന്നറിയാതെ നിർധനരായ മാതാപിതാക്കൾ. ഓടകൾ അടഞ്ഞുള്ള ദുരിതത്തിന് പരിഹാരം കാണാതെ ഒരു നാട്. ഇട്ടമല്ലുകാർ നിലനിൽപ്പ് ഭീഷണിയിൽ. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.